എന്തായിരുന്നു ശരിക്കും ഈ അഫ്ഫാന്റെ ബാപ്പയ്ക്ക് എന്താണ് സംഭവിച്ചത് അവിടെ? അവിടെ കൊറോണ വന്നപ്പോൾ ബിസിനസ്സിൽ ഞാനും സൗദിയിലുണ്ടായിരുന്നു. ഈ കൊറോണ സമയത്ത് പുള്ളിക്ക് ബിസിനസ്സിൽ കുറേ ഇത് വന്നു. പുള്ളി റിയാദിലായിരുന്നു ജോലി ചെയ്യണം, ഷിഫ എന്ന സ്ഥലത്ത്. എന്നിട്ട് പുള്ളി ദമാമിലേക്ക് മാറി. കാര്യം ഒളിച്ചോടെ ഓട്ടമായിരുന്നു. കാര്യം ബാധ്യത സഹിക്കാൻ പറ്റാതെ പുള്ളിയുടെ സാമ്പത്തികമായിട്ട് ടൈറ്റായപ്പോൾ പുള്ളി അവിടെ നിന്ന് കാര്യം ഓരോ ഇടപാടുകാർ വരുമ്പം സമയത്ത് പൈസ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ നാളെ എന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് ഒളിച്ചോടി ദമാമിൽ പോയി. പുള്ളി ദമാമിലായിരുന്നു. ഇപ്പോഴും ദമാമിലാണ് പുള്ളി. എത്രത്തോളം ബാധ്യത അവിടെ ഉണ്ടായിരുന്നു അതെനിക്കറിയില്ല. അവിടെ എന്തായിരുന്നു ഷോപ്പ്? അതൊരു സ്പെയർ പാർട്സ് കടയായിരുന്നു. അപ്പോൾ ആദ്യം സൗദിയിലായിരുന്നു? ആദ്യം അവസാനം എല്ലാം സൗദിയിൽ തന്നെ. ദമാമിലേക്ക് പോയത് കൊറോണയ്ക്ക് ശേഷമാണോ? അല്ല, ഇപ്പോൾ 2 മാസമേ ഉള്ളൂ. അത് സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് പോയത്? ആണ്. തിരിച്ചു വരാൻ കഴിയാത്തൊരു അവസ്ഥയിലാണോ അദ്ദേഹം അവിടെ? ഇല്ല, അത് നമുക്ക് മത്തുലൂബ്, അതായത് നാട്ടിലേക്ക് വരാത്ത ഒരവസ്ഥയിൽ സൗദികൾ പെടുത്തും. അപ്പോൾ പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഒളിച്ചോടി പോയതാ. ഇനി തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ? അല്ല, മത്തുലൂബാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർത്താലേ പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റൂ. ഈ ബാധ്യത എല്ലാം തീർക്കണം. സൗദി ആയിട്ടുള്ള എല്ലാ ബാധ്യതയും തീർത്താലേ പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റൂ. അതേ എനിക്കറിയാവൂ. ഈ സാമ്പത്തിക ഇത് അഭ്യർത്ഥിച്ചിരുന്നു ലത്തീഫിനോടൊക്കെ, സഹോദരനോടൊക്കെ അഭ്യർത്ഥിച്ചിരുന്നു? എല്ലാരും സഹായിക്കാൻ അങ്ങോട്ട് പറഞ്ഞതാ. എങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു? അങ്ങോട്ട് പറഞ്ഞു. ലത്തീഫാമ കൊടുക്കാന്ന് പറഞ്ഞു, വലിയാമ കൊടുക്കാന്ന് പറഞ്ഞു, അതായത് ബദറുദ്ദീൻ ശൈവാമ കൊടുക്കാന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞതാ. എല്ലാ സഹോദരങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സാമ്പത്തിക സഹായം മേടിച്ചില്ല അവര്. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും സഹായിക്കാന്ന് പറഞ്ഞു, അത് കറക്റ്റാണ്. ഈ പുള്ളിയുടെ വൈഫ് തന്നെ എൻ്റെ പറഞ്ഞ് 1,00,000 രൂപ വലിയാമ കൊടുക്കാന്ന് പറഞ്ഞ്, ലത്തീഫാമ കൊടുക്കാന്ന് പറഞ്ഞ്, ഇതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞുള്ള കറക്റ്റ് കാര്യമാണ്. ഈ ക്യാൻസർ ബാധിതയായല്ലോ ഭാര്യ. അപ്പോൾ വലിയൊരു സാമ്പത്തിക, എത്ര വർഷമായത്? അത് കറക്റ്റ് പറഞ്ഞ ഒരു 6-7 കൊല്ലമാവും. 6-7 കൊല്ലമായിട്ട് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത് രോഗത്തിന് ശേഷം? അല്ല, കൊറോണയ്ക്കാണ് പുള്ളിക്ക് ഈ ബിസിനസ്സിൽ വന്നത്. അതിനുശേഷം എപ്പോഴെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഫാമിലി അങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് വർഷമായി അദ്ദേഹം അവിടെ സൗദിയിലായിട്ട്? 7 കൊല്ലമാവും കാക്ക. 8 വർഷത്തോളമായി. ഈ അഫ്ഫാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ വരാറുണ്ടോ? ഇല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട്, ഞാനും സൗദിയിലായിരുന്നു. ഞാൻ 2 കൊല്ലമായിട്ട് നാട്ടിലുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അവനെ. ഇന്ന് വന്നതും കണ്ടിട്ടില്ല? ഇല്ല. പിന്നെ മാമി എന്നെ വിളിക്കുമായിരുന്നു. ഈ പ്രശ്നം മാമ ദമാമി പോയ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഷാജി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, മാമ എന്തിനാ ദമാമി പോയെ? റിയാദിൽ മാമ ഉണ്ടായിരുന്നെങ്കിൽ അക്കാമ ഇല്ലെങ്കിലും എവിടെയെങ്കിലും പണിക്ക് കയറ്റാൻ പറ്റുമായിരുന്നല്ലോ. മാമ ദമാമി പോയാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് ഞാൻ പറഞ്ഞായിരുന്നു. തിരികെ വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം അവിടെ. കുടുംബത്തിലുള്ള എല്ലാവരും സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ പോലീസാണ് ഇപ്പൊ ഈ കഥ പറഞ്ഞിട്ടുള്ളത്. അതാണ് സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. കുടുംബം സഹായിക്കാൻ തയ്യാറായില്ല, അങ്ങനെയാണ്. ജ്യേഷ്ഠന്മാരെല്ലാം തയ്യാറായി. അത് ഈ പെങ്ങന്മാര് തയ്യാറായെന്ന് എനിക്കറിയില്ല. ജ്യേഷ്ഠന്മാരെല്ലാം തയ്യാറായിരുന്നു. ഈ മരിച്ചുപോയ ലത്തീഫ് എന്ന് പറഞ്ഞാൽ മുൻകൈ എടുത്ത് എല്ലാ വീട്ടിലും പോകുമായിരുന്നു. പുള്ളി പൂർണ്ണമായിട്ടും തയ്യാറായി. എന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ വീട് വിൽക്കാൻ വരെ പുള്ളിയാ നിന്നേ. ഈ മരണപ്പെട്ടുക ലത്തീഫ്. അറിയില്ല. മക്കളെ രണ്ടുപേരെയും കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അല്ലെ? അഫ്ഫാനെ അനിയനെയും കുറിച്ച് അവൻ കുഞ്ഞ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയി 20 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരണം. ഇടയ്ക്ക് വെക്കേഷന് വരും, മക്കളെയൊക്കെ കാണും, അത്രേ ഉള്ളൂ.